വ്യക്തമാണ്. ശ്രീ രോഹിത് കൃഷ്ണൻ, ചിലവ് കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ ചൈന ഇവിടെ ചെയ്തത് വലിയൊരു വിജയകരമായി മാറുമ്പോൾ അവിടെ നമ്മുടെ ഭാരതത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് സാധ്യതകൾ ഇപ്പോൾ തന്നെ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വാശ്രയത്വം പല കാര്യത്തിലും നമ്മൾ ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ്. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും ഡിജിറ്റൽ പദ്ധതിയും ഒക്കെ ഇതൊക്കെ ഏത് രീതിയിൽ കൂടുതൽ വരും ദിവസങ്ങളിൽ എയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് കരുത്ത് പകരും? അപ്പം ജനറേറ്റ് എ ഐ ഉണ്ടാക്കുന്നതിൽ നമുക്ക് ഏറ്റവും സുലഭമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ഡേറ്റയാണ്. കാരണം ഡേറ്റ ഇന്ത്യയിൽ സംബന്ധിച്ച് ഇത്രയും കോടാനുകോടി ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇന്റർനെറ്റ് തന്നെയാണ്. ബാക്കി രാജ്യക്കാർ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ കാര്യങ്ങളെല്ലാം സുലഭമായി ഉപയോഗിക്കുന്ന ഡേറ്റ നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾക്കാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതായത് GPU പോലത്തെ, ഗ്രാഫിക്സ് കാർഡ് പോലത്തെ ചിപ്പുകൾ ഉണ്ടാക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ChatGPT പോലുള്ള കമ്പനികളുടെ കുത്തക അവകാശമായ തന്നെ ആയിരുന്നു NVIDIA പോലത്തെ കമ്പനികൾ കൊടുക്കുന്നത് ഈ പറഞ്ഞ ഗ്രാഫിക്സ് കാർഡ്. കാരണം അത് വെച്ചിട്ടാണ് ഈ പറഞ്ഞ നമുക്ക് ChatGPT പോലെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഇത് മൊബൈൽ ഡേറ്റ ഉപയോഗിച്ച് അല്ലെങ്കിൽ വൈഫൈ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ജനറേറ്റ് AI ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതൊന്നും ആവശ്യമില്ലാതെ വെറും ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്കിത് വളരെ സുലഭമായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് വീട്ടിൽ തന്നെ നമ്മുടെ കയ്യിൽ NVIDIAയുടെ ഈ പറയുന്ന ഗ്രാഫിക്സ് കാർഡിൻ്റെ ഒരു സീരീസ് ഉണ്ട്. അതായത് RTX എന്ന് പറയും. ഇത് 2020 ലോഞ്ച് ആയത്. അപ്പോൾ ഈ RTX സീരീസിന് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ജനറേറ്റ് AI മോഡൽ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ സഹായിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് NVIDIA RTX മോഡൽ 50 സീരീസ്, അതായത് 2020 30 സീരീസ് ആണെങ്കിൽ 2025 അവർ ഉണ്ടാക്കിയത് 50 സീരീസ്. അതായത് ഒരു ജനറേറ്റ് AI വിത്തിൻ ഒരു 5 സെക്കൻഡിനുള്ളിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് നമ്മുടെ സ്വന്തം ലാപ്പ് തന്നെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തന്നെ തിരിച്ച് പറയാൻ പറ്റുന്ന ഒരു വേഗതയിലാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ChatGPT പോലുള്ള കാര്യങ്ങൾ മലയാളത്തിൽ തർജ്ജിമ ചെയ്യാനായിട്ടും മലയാളത്തിൽ അത് പറഞ്ഞു തരാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനും ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ തന്നെയാണ്. അതായത് നമ്മുടെ മലയാളം നേരെ മനസ്സിലാകാൻ പറ്റാത്ത കുഴപ്പം തന്നെയാണ് ആ ഒരു മോഡലിന് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഞാൻ ഉപയോഗിച്ച രീതിയിൽ സുലഭമായിട്ട് നല്ലൊരു രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇവിടെ ഇത്രയും നേരം സംസാരിക്കുന്നത് ജെമിനൈ പോലെ, ഗൂഗിളിൻ്റെ തന്നെ ജെമിനൈ പോലുള്ള മോഡൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ട്രാൻസ്ലേഷൻ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളാണ് ഏറ്റവും കൂടുതൽ മലയാളത്തിൽ തർജ്ജിമ ചെയ്യാനായിട്ട് ആദ്യമേ തുടങ്ങിയിരിക്കുന്നത്. അതായത് 2010 കാലഘട്ടത്തിലൊക്കെയാണ് ഈ പറഞ്ഞ ഇംഗ്ലീഷ് ടു മലയാളം എന്നൊക്കെ തർജ്ജിമ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗൂഗിൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തിലുള്ള ഡേറ്റാ സെറ്റുകൾ ഗൂഗിളിൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഡീപ് സീക്കിൻ്റെ കുഴപ്പം എന്തുകൊണ്ട്? ഇപ്പം 2 ദിവസം മുന്നെയാണ് അമേരിക്ക പോലെയുള്ള രാജ്യം പറഞ്ഞിരിക്കുന്നത് ഡീപ് സീക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യത്തെ രാജ്യമാണ് പറഞ്ഞിരിക്കുന്നത് 10 വർഷം തടവും $20 മില്യൺ പിഴയും ആണ് ചുമത്തിയിരിക്കുന്നത് അത് ഉപയോഗിക്കുന്നവർ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നതും ഡീപ് സീക്ക് ഉപയോഗിക്കുന്നതിലും നമ്മുടെ പല ഡേറ്റകൾ ചൈനയിലോട്ടാണ് പോകുന്നത്. അത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പോളിസിയിൽ തന്നെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതെടുത്ത് വെച്ച് വായിക്കുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് മനസ്സിലാകും അവർ നമ്മുടെ ഡേറ്റകൾ എല്ലാ കാര്യങ്ങളും നോക്കുകയാണ്. അതിൽ ഞാൻ ഏറ്റവും വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ സ്ട്രോക്ക്, അതായത് നമ്മുടെ കയ്യിലുള്ള എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈപ്പ് ചെയ്യുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇത് അവരുടെ സ്വയം ലാഭത്തിൽ അതല്ലെങ്കിൽ അവരുടെ സ്വന്തം നാട്ടിൽ അത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ വളരെ സുലഭം മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഡേറ്റ കൂടെയാണ് അങ്ങാതിലോട്ട് പോകുന്നത്.